നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. കിഴക്കൻ വെള്ളത്തിനെന്ത് പരീക്ഷണ പാഠം, എന്ത് കർഷക വിലാപം. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടവം വെള്ളത്തിലാകും. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം, മടവീഴുന്ന പാടശേഖരങ്ങൾ, വെള്ളത്തിൽ മുങ്ങിയ വീടുകൾ, അവസാനിക്കാത്ത ദുരിതക്കാഴ്ചയിൽ കുട്ടനാട്. ഭക്ഷണമില്ലാതെ എന്ത് ദുരിതാശ്വാസ ക്യാമ്പ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ക്യാമ്പിലെത്തിയവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാൻ വിറകോ ഗ്യാസ് അടുപ്പോ ഇല്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രവും മടവീഴ്ച ഭീഷണിയിൽ. രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനക്ഷമതയുമുള്ള പുതിയ നെൽവിത്തനങ്ങൾ വികസിപ്പിക്കാനാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത്. കുട്ടനാട് താലൂക്ക് നിലവിൽ വരുന്നതിനും കൃത്യം 16 വർഷം മുമ്പാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. അതായത് 1940. അന്നു തൊട്ട് ഇന്നേ വരെ കുട്ടനാട്ടിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ വെള്ളപ്പൊക്കങ്ങളിലെല്ലാം നെല്ല് ഗവേഷണ കേന്ദ്രവും പരീക്ഷണ പാടവും വെള്ളത്തിലായിരുന്നു. 5 ഹെക്ടർ മാത്രം വിസ്തൃതിയുള്ള ഈ പരീക്ഷണ പാടത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ പുറംബണ്ട് നിർമ്മിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ വർഷം ജൂണിലും ജൂലൈയിലുമൊക്കെയായി ഉണ്ടായ 3ലധികം വെള്ളപ്പൊക്കങ്ങളിൽ പരീക്ഷണ പാടം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അത്യുൽപാദന ശേഷിയും പ്രതിരോധ ശേഷിയും ഒക്കെയുള്ള വിത്തനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. എന്നാൽ കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ ഗവേഷണ കേന്ദ്രത്തെ പിന്നോട്ടടിക്കുകയാണ്. ഗവേഷണത്തിനും കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി ലക്ഷക്കണക്കിന് രൂപയാണ് വർഷാവർഷം ചിലവിടുന്നത്. എന്നാൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായ കാലം മുതൽ എല്ലാ വർഷത്തിലെയും വെള്ളപ്പൊക്കങ്ങളിൽ പരീക്ഷണ കൃഷി നഷ്ടമാവുകയും മുടക്കിയ ലക്ഷങ്ങൾ വെള്ളത്തിലാവുകയും പതിവാണ്. ഇങ്ങനെ പാഴാക്കുന്ന പണത്തിന്റെ ചെറിയൊരു അംശം മതി പരീക്ഷണ പാടത്തിന് പുറംബണ്ട് നിർമ്മിക്കുവാൻ. ഈ വർഷവും ജലനിരപ്പ് ഉയരുമ്പോൾ പരീക്ഷണ പാടം വെള്ളത്തിലാകുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. ഗവേഷണ കേന്ദ്രത്തിന് വടക്കുവശത്തുള്ള പമ്പയാറ്റിൽ നിന്ന് പാടത്തേക്ക് വെള്ളം ഒഴുകി തുടങ്ങി. ഇത് തടയാനായി മണൽ ചാക്കുകൾ അടുക്കിയിട്ടുണ്ട്. എങ്കിലും ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ പരീക്ഷണ പാടവും മുങ്ങും. പരീക്ഷണ പാടത്തിന് തെക്കുവശത്തുള്ള മൂലംപൊങ്ങുമ്പ്ര പാടശേഖരത്തിൽ 2ാം കൃഷി ഉള്ളതിനാൽ മാത്രമാണ് ഗവേഷണ കേന്ദ്രവും പാടവും വെള്ളത്തിലാകാതിരുന്നത്. അതേസമയം പരീക്ഷണ പാടത്തിന്റെ പുറംബണ്ട് നിർമ്മാണത്തിനാവശ്യമായ യാതൊരു നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 1956 കുട്ടനാട് താലൂക്ക് നിലവിൽ വരുന്നതിനും 16 വർഷം മുമ്പാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത്. കൃത്യമായി പറഞ്ഞാൽ 1940. അന്ന് തൊട്ട് ഇന്നേ വരെ കുട്ടനാട്ടിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വെള്ളപ്പൊക്കങ്ങളിലും ഈ പരീക്ഷണ പാടത്തിലെ കൃഷി നശിക്കുകയാണുണ്ടായത്. ക്യാമറാമാൻ മർഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. കലിതുള്ളി കാലവർഷം, സർവസ്വവും നഷ്ടപ്പെട്ട് കുട്ടനാടൻ കർഷകർ. 3 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ ആലപ്പുഴ ജില്ലയിൽ 40.54 കോടി രൂപയുടെ നാശനഷ്ടം. കുട്ടനാടിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളത്തിനടിയിലായി. കുട്ടനാട്ടിൽ 4 വീടുകൾ പൂർണ്ണമായും 44 വീടുകൾ ഭാഗികമായും തകർന്നു. മടവീഴ്ചയെ തുടർന്ന് 2000 ഏക്കറിലെ നെൽകൃഷി നശിച്ചു. നിരവധി പാടശേഖരങ്ങൾ ഇതിനോടകം തന്നെ മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. 60 ദിവസം മുതൽ 90 ദിവസം വരെ പ്രായമെത്തിയ നെൽച്ചെടികളും വിളവെടുക്കുവാൻ 15 ദിവസം മാത്രം ശേഷിക്കുന്ന നെല്ലുമാണ് വെള്ളത്തിലായത്. പുളിങ്കുന്ന്, വിയപുരം, എടത്വ, ചമ്പക്കുളം തുടങ്ങിയ കൃഷിഭവനുകളുടെ കീഴിൽ വരുന്ന പാടശേഖരങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ മടവീണ് നശിച്ചത്. പുളിങ്കുന്നിലെ തെക്കേ മണപ്പള്ളി, ചമ്പക്കുളത്തെ പടച്ചാൽ, മുന്നൂറിൽ പാടം, വിയപുരം അച്ചനാകരി, പുത്തൻകരി, കട്ടക്കുഴി, തേവേരി, എടത്വയിലെ തെങ്കരി, പച്ചക്കിഴക്ക് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് മടവീഴ്ച ഉണ്ടായത്. 5 കോടി രൂപയുടെ നാശനഷ്ടം കുട്ടനാടിൽ ഉണ്ടായതായാണ് അനൌദ്യോഗിക കണക്കുകൾ. വെള്ളപ്പൊക്കം രൂക്ഷമായതിനെ തുടർന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും മറ്റ് ഇട റോഡുകളിലെയും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. വെള്ളപ്പൊക്കം മൂലം ഒറ്റപ്പെട്ട വെളിയനാട്, കാവാലം, രാമങ്കിരി, എടത്വ, തലവടി, കൈനഗിരി വടക്ക്, തെക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കിലെ ജനജീവിതം പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ്. വിയപുരം പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും പാടശേഖരങ്ങൾക്ക് നടുവിൽ കഴിയുന്ന കുടുംബങ്ങളും തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതോടെ പമ്പാ നദി പൂർണ്ണമായും കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി പൊഴിമുഖം തുറന്നിട്ടും നീരൊഴുക്ക് ശക്തമാവാത്തതിനാൽ പുത്തനാറിലെ
തോട്ടപ്പള്ളി പുതിയ പാലത്തിന് സമീപ പ്രദേശങ്ങളും ദുരിത കയത്തിലായിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇത്രയധികം ഉയരുന്നത്. ദേശീയ ജലപാതയ്ക്ക് വേണ്ടി ആഴം കൂട്ടിയ തൃക്കുന്നപ്പുഴ ചീപ്പ് വരെയുള്ള കനാൽ ഭാഗത്തും സ്പിൽവേക്കും പൊഴിമുഖത്തിനുമിടയിൽ മണ്ണടിഞ്ഞതുമാണ് പൊഴിമുഖ കടലിന്റെ ഗുണം അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം. എടത്വ, തകഴി, തലവടി ഗ്രാമപഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ലെന്ന് പരാതി. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ അതാത് പഞ്ചായത്തുകളിലെ മാവേലി സ്റ്റോറുകൾക്കാണ് വിതരണ ചുമതല. എന്നാൽ ക്യാമ്പുകളിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ പോലും മാവേലി സ്റ്റോറുകൾ ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വിതരണം ചെയ്യേണ്ട ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഇന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് പെർമിറ്റ് മേടിക്കാൻ വേണ്ടി മാവേലി സ്റ്റോറിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിലും മാവേലി സ്റ്റോറിൽ ആവശ്യമായ സ്റ്റോക്കുകളില്ല. ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം മാത്രം അരി വന്നിട്ടുണ്ട്. പിന്നീട് വരുന്ന ആളുകൾക്ക് ചീപ്പ് അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ മാവേലി സ്റ്റോർക്ക് വേണ്ട സ്റ്റോക്കുകളില്ല. മാവേലി സ്റ്റോറിലെ ജീവനക്കാർ വനിതാ ജീവനക്കാരാണ്. അവർ 6 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 12 മണിയായാൽ പോലും കൊടുത്തിരിക്കുന്ന പെർമിറ്റുകളിൽ സാധനം മേടിച്ചുകൊണ്ട് പോകാനുള്ള സാവകാശം വരുന്നവർക്ക് കൊടുക്കുന്നില്ല. അടിയന്തരമായും ഗവൺമെൻറ് ബന്ധപ്പെട്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ അരി അതുപോലൊക്കെ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ മുതൽ 6 മണി മുതൽ ഞങ്ങൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നിന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ മാവേലി സ്റ്റോറിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കും മറ്റുള്ള സാധനങ്ങളെല്ലാം അരി ഒഴിച്ച് അത് വാങ്ങിക്കാതെ അരി തരികയില്ല എന്ന് പറയുന്നു. അത് ഞങ്ങൾ 6 മണിയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാത്ത അവസ്ഥയാണ്. മുട്ടം മഴയാണ്. ഞങ്ങൾക്ക് ഒരു വിധത്തിലും വീട്ടിലോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ മാവേലി സ്റ്റോർ വഴി എത്തിച്ചു തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. പല മാവേലി സ്റ്റോറുകളിലും മണിക്കൂറുകൾ വരെ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ക്യാമ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ കടകളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുവാനുള്ള അംഗീകാരം നൽകുവാൻ അധികാരികൾ തീരുമാനമെടുക്കണമെന്ന് ബിജെപി കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് വിതരണം നിലച്ചിട്ട് 1 വർഷം. നിലവിൽ സ്റ്റൈഫൻഡ് ലഭിക്കുന്നവരുടെ അപേക്ഷ പുതുക്കുവാനോ പുതിയ അപേക്ഷകൾ പരിഗണിക്കുവാനോ അധികാരികൾ തയ്യാറാവുന്നില്ല. വിവിധ സർട്ടിഫിക്കറ്റുകളുടെ പോരായ്മ ആരോപിച്ച് അപേക്ഷകരുടെ എണ്ണം കുറയ്ക്കുവാനും ശ്രമം നടക്കുന്നുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, OEC, OBC, KPCR, SCBC, AFC തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റൈഫൻഡ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം നാമമാത്രമായ തുക വിതരണം ചെയ്ത് സർക്കാർ തടി തപ്പുകയായിരുന്നു. 1,84,528 പേർ പുതുക്കാൻ അപേക്ഷ നൽകിയതിൽ 89,837 പേരെയും ഒഴിവാക്കി. പുതിയതായി അപേക്ഷ നൽകിയ 2,758 പേരിൽ 1,607 പേരുടെ അപേക്ഷ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇനി ജലോത്സവ വാർത്തകൾ. UBC കൈനഗിരി ഇത്തവണ തുഴയെറിയുന്നത് ചമ്പക്കുളം പുത്തൻചുണ്ടയിൽ. കഴിഞ്ഞ 2 തവണ അവസാനവട്ടം കൈവിട്ട നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ കഠിന പരിശീലനത്തിലാണ് പുന്നമടക്കായൽ കൈനഗിരിലെ കരുത്തന്മാർ.
നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ UBC കൈനകരിയാണ് ചമ്പക്കുളം ചുണ്ടനെ പുന്നമടയിൽ എത്തിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പോടുകൂടിയ ട്രോഫി പിടിച്ചെടുക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് കായിക താരങ്ങൾ. 85 തുഴക്കാരും 9 നിലക്കാരും 5 അമരക്കാരും ഉൾപ്പെടെ 99 പേരടങ്ങുന്ന സംഘമാണ് UBC കൈനഗിരിയെ നെഹ്റു ട്രോഫി മത്സരത്തിനായി എത്തിച്ചിരിക്കുന്നത്. 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ആലപ്പുഴ പുന്നമടക്കായലിൽ ആഗസ്റ്റ് 9 ശനിയാഴ്ച നടക്കും. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 22 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 72 കളിവള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മാറ്റൊരുക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും വള്ളംകളി ഭംഗിയാക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് NTBR കമ്മിറ്റി നടത്തുന്നതെന്ന് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ N. പത്മകുമാർ പറഞ്ഞു. 16 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സര വള്ളങ്ങളിൽ പങ്കെടുക്കുന്നത്. 6 ചുണ്ടനുകൾ മത്സര പ്രദർശന തുഴച്ചിലിൽ പങ്കെടുക്കും. വെപ്പ്, ഇരുട്ടുകുത്തി, ചുരുളൻ, തെക്കനോടി വിഭാഗങ്ങളിലായും മത്സര വള്ളംകളികൾ നടക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:45 വള്ളംകളി ആരംഭിക്കുന്നത്. ഗവർണർ ഷീല ദീക്ഷിത് മുഖ്യ അതിഥിയായിരിക്കും. സംസ്ഥാന മന്ത്രിമാരും പ്രമുഖ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ പുതിയ സ്റ്റാർട്ടിംഗ് സമ്പ്രദായമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കളക്ടർ N. പത്മകുമാർ പറഞ്ഞു. ബുധനാഴ്ച നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര EMS സ്റ്റേഡിയത്തിൽ നിന്നും 2:30 ആരംഭിക്കും. തുടർന്ന് നഗര ചത്വരത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പോലീസ് ചീഫ് KK ബാലചന്ദ്രൻ, മേഴ്സി ഡയാന മാസിഡോ, RDO PR ആസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നെടുമുടി ജംഗ്ഷന് സമീപം റോഡ് കര കവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ പാടശേഖരത്തിലേക്ക് വെള്ളം കയറുന്നു. 230 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ 60 ദിവസം പ്രായം വരുന്ന നെൽച്ചെടികൾ മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. എടത്വ കൃഷിഭവന്റെ കീഴിൽ വരുന്ന എടകര വടക്ക് പാടശേഖരം കര കവിഞ്ഞതിനെ തുടർന്ന് കർഷകരുടെ നേതൃത്വത്തിൽ പുറംബണ്ട് നിർമ്മിച്ചു. 60ഓളം കർഷകരുടെ 2 ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായാണ്
പാടത്തിനു ചുറ്റും ബണ്ട് നിർമ്മിച്ചത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കുട്ടനാട്ടിലെ നെടുമുടി പ്രദേശം ഒറ്റപ്പെട്ടു. നെടുമുടി പാലത്തിന് സമീപത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലായി. ആലപ്പുഴ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് മൂലം കുട്ടനാട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും ഇനിയും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. വെള്ളപ്പൊക്കം രൂക്ഷമായതിനെ തുടർന്ന് നെടുമുടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇനി ചരമവാർത്തകൾ. വടക്കേ അമിച്ചക്കരി കൂലിപ്പുരയ്ക്കൽ റോസമ്മ ജോസഫ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 3 വടക്കേ അമിച്ചക്കരി സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരി. കുറിച്ചി കുന്നുപറമ്പിൽ ഭവാനിയമ്മ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 2 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ വെള്ളത്തിനെന്ത് പരീക്ഷണ പാഠം, എന്ത് കർഷക വിലാപം. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടവം വെള്ളത്തിലാകും. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം, മടവീഴുന്ന പാടശേഖരങ്ങൾ, വെള്ളത്തിൽ മുങ്ങിയ വീടുകൾ, അവസാനിക്കാത്ത ദുരിതക്കാഴ്ചയിൽ കുട്ടനാട്. ഭക്ഷണമില്ലാതെ എന്ത് ദുരിതാശ്വാസ ക്യാമ്പ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ക്യാമ്പിലെത്തിയവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാൻ വിറകോ ഗ്യാസ് അടുപ്പോ ഇല്ലെന്ന് പരാതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.